ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെസഹ വ്യാഴം. പരിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപന ദിനം. സ്ഥാപകൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹ. പുതിയ നിയമ പെസഹായും പഴയ നിയമ പെസഹായുമായി ആചരണത്തിൽ യാതൊരു സാമ്യവുമില്ല. പഴയ നിയമ പെസഹ ആചരിക്കാനായി സിഹിയോൻ മാളിക മുറിയിൽ ഈശോയും ശിഷ്യരും ഒത്തുകൂടിയ വേദിയിലാണ് പുതിയ നിയമ പെസഹ പരിശുദ്ധ കുർബാന സ്ഥാപിതമാകുന്നത്. താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് തന്നെ എളിമപ്പെടുത്തി. അപ്പവും വീഞ്ഞും വാഴ്ത്തി വിഭജിച്ച് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു. ഒപ്പം പൗരോഹിത്യവും. പ്രീസ്റ്റ് എന്ന പദം വരുന്നത് പോന്തിഫിക്സിൽ നിന്നാണ്. അർത്ഥമാകട്ടെ പാലം പണിയുന്നവൻ എന്നാണ്. പുരോഹിതൻ പാലം പണിയുന്നവനാണ്. ദൈവത്തിനും മനുഷ്യനുമിടയിൽ പാലം പണിയുന്നവനാണ്. ദൈവത്തെയും ദൈവജനത്തെയും തമ്മിൽ അടുപ്പിക്കുന്ന പാലം. ദൈവവും ദൈവജനവും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന പാലം. ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ നിന്ന് ദൈവത്തെ ദൈവജനത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന മധ്യസ്ഥനാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുന്നവൻ പുരോഹിതൻ. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവജനത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നവൻ പുരോഹിതൻ. ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നവൻ പുരോഹിതൻ. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ ഹിതകരമായവൻ പുരോഹിതൻ. എല്ലാ വൈദികർക്കും വൈദിക ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. എൻ്റെ ഇപ്പോഴത്തെ വികാരിയച്ഛനും എല്ലാ മുൻവികാരിമാർക്കും എൻ്റെ എല്ലാ ആത്മീയ ഗുരുക്കന്മാരായ വൈദികർക്കും ഇപ്പോഴത്തെ സുപ്പീരിയർ അച്ഛനും മുൻ സുപ്പീരിയർമാർക്കും എല്ലാ വൈദികർക്കും ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ആമേൻ.